കുറേ ഗാനങ്ങളെ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഓസ്തിയിൽ വാഴും ദൈവമേ എന്നൊരു ഗാനം, അത് എവിടെയൊക്കെയോ എല്ലാവരും പാടുന്ന ഏത് കൊച്ചു കുഞ്ഞിൻ്റെയും അധരങ്ങളിലുള്ള ഒരു ഗാനമാണ്. രണ്ടാമത്തേത് നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടിയതാ ഈ അൾത്താരയിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെയിതാ. ഓർക്കുന്നതും നന്ദിയോടെ സ്മരിക്കുന്നതും ഒക്കെ ആബേലസിനെയാണ്. എന്തെങ്കിലും എഴുതിയാൽ ആ എഴുതി കൊണ്ട് ആബേലസിനെ എടുത്തില്ല, അച്ഛാ ഞാനിങ്ങനെ കുറച്ച് വരികൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കുമോ. അച്ഛന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞു തരും. ചിലപ്പം ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്കിനേക്കാളും മനോഹരമായ ഒരു വാക്ക് അച്ഛൻ എനിക്ക് ഇട്ട് തരുമ്പോൾ ആ പാട്ടിൻ്റെ നിറം പോലും മാറിപ്പോകുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, ആശയങ്ങളെ ശ്രദ്ധിക്കാറില്ല, ഭാഷ നോക്കാറില്ല, കാവ്യാത്മകത ഒട്ടും നോക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ അപചയങ്ങളൊക്കെ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ. ആ പാട്ട് പാടാത്ത വീടുണ്ടോ? ആ പാട്ട് പാടാത്ത സമൂഹമുണ്ടോ? യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽക്കൂ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ തോമസ് എടയാൽ MCBS ദീപികാരുണ്യ മിഷണറി സഭയുടെ ഒരംഗമാണ്. ഞാൻ ഈ ചെറിയ ശുശ്രൂഷയിലൂടെ ദീപികാരുണ്യ ഗീതങ്ങൾ രൂപപ്പെട്ടതിൻ്റെ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ ചെറുതായ രീതിയിൽ നിങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് ഞാനിവിടെ ഒരുങ്ങിയെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പള്ളിപ്പാട്ടുകളെന്ന് നമ്മൾ പറയുന്ന പാട്ടിൻ്റെ ഒരു ശാഖയുണ്ട് നമുക്ക്. ഡിവോഷണൽ സോങ്സ് എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കായിരിക്കും, ഒരു ഗാന രചയിതാവെന്നോ ഒരു ധ്യാന പ്രസംഗത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ച ആളെന്നോ ഒരു എഴുത്തുകാരനോ എന്നൊക്കെ നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ മനസ്സ് തുറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഭക്തഗാനങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ജീവനാഡിയായിട്ട് മാറിയിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ മറ്റ് ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ഈ ഭക്തഗാനങ്ങൾക്ക് വലിയ സ്ഥാനവും സ്വാധീനവുമുണ്ട്. ദീപികാരുണ്യ മിഷണറി സഭയുടെ ഒരു സംഭാവന പോലെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുറേ നല്ല ഗാനങ്ങൾ തിരുസഭയ്ക്ക് ജനത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം പറയുന്നു. ഈ എഴുത്തിൻ്റെ മേഖല എങ്ങനെ വന്നു എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടതും ആവർത്തിച്ച് പറയേണ്ടതുമായ കാര്യം, ഇത് ഒരു ദൈവികമായ ഉത്തേജനത്തിൻ്റെ പ്രേരണയുടെ ഫലമായി വരുന്നതാണ്. ഞാൻ എൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് കുറച്ച് സംഗീതം പഠിക്കാനും അതുപോലെ തന്നെ എഴുത്തിൻ്റെ മേഖലകളിലൊക്കെ വ്യാപരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. കവിത എഴുതുന്ന, ചെറിയ കവിതകളൊക്കെ എഴുതുന്ന ഒരു രീതി അന്ന് എനിക്കുണ്ടായിരുന്നു. അതാണ് ഒരു പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ എഴുതി വെച്ച കുറേ ഏതാണ്ട് 250ഓളം ഗാനങ്ങളിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്നും പ്രതിധ്വനിക്കുന്ന കുറേ ഗാനങ്ങളെ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഓസ്തിയിൽ വാഴും ദൈവമേ എന്നൊരു ഗാനം, അത് എവിടെയൊക്കെയോ എല്ലാവരും പാടുന്ന ഏത് കൊച്ചു കുഞ്ഞിൻ്റെയും അധരങ്ങളിലുള്ള ഒരു ഗാനമാണ്. രണ്ടാമത്തേത് നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടിയതാ ഈ അൾത്താരയിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനം. പിന്നെ അതുപോലെ കുറേയേറെ ഗാനങ്ങൾ വന്നത് ഒരാവശ്യത്തിൻ്റെ പേരിലാണ്. 1980കളിൽ ദീപികാരുണ്യ മിഷണറി സഭ, ഞങ്ങൾ കുറച്ച് വൈദികർ ചേർന്ന് ദീപികാരുണ്യ ധ്യാനം എന്ന് പറയുന്ന ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് തുടക്കമിട്ടു.
അത് നമ്മുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളൊന്നും അത്ര ശക്തമായിട്ട് വന്നിട്ടില്ല. കരിസ്മാറ്റിക് ഗാനങ്ങളും അങ്ങ് തീരെ കുറവായിരുന്നു. നമ്മൾ ധ്യാനത്തിന് പോകുമ്പോൾ ഈശോയെ എഴുന്നള്ളിച്ച് വയ്ക്കും. അന്നേരം പാടാനായിട്ടുള്ള പാട്ടുകളുടെ യാബേലച്ചൻ്റെ ഒക്കെ പഴയ കുറച്ച് പാട്ടുകൾ നമുക്ക് പാടാനുള്ളൂ. നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ നമ്മൾ അന്ന് ജനത്തിന് കൊടുക്കുന്ന പഠനത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലോ ഒന്നും നമുക്കൊരു പാട്ട് പാടാൻ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സഹപ്രവർത്തകരായ ഞങ്ങളുടെ വൈദികർ ഇതേക്കുറിച്ച് ഞങ്ങൾ ആകുലപ്പെട്ടു. അങ്ങനെയാണ് ചില ഗാനങ്ങളൊക്കെ എഴുതാനുള്ള ഒരു കൃപയിലേക്ക് ഞാൻ കടന്നു വന്നത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളൊരു പക്ഷേ ചോദിക്കും, ഈ ഓസ്തിയിൽ വാഴും ദൈവമേ നമ്മുടെ ദൈവം 2 ഗാനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പിന്നീടും കുറേ ഗാനങ്ങൾ വന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. അന്നേരം ഈശോയെ എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ എന്താ പാടുക? വാവാ യേശുനാഥ എന്ന പാട്ടോ അല്ലെങ്കിൽ എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു എന്ന ആബേലച്ചൻ്റെ ഗാനങ്ങളൊക്കെ പാടാനേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം നമ്മുടേതായ ഒരു ഗാനം പാടണമല്ലോ. അങ്ങനെയാണ് ഈ നമ്മുടെ ദൈവമിത എന്ന ഗാനത്തിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയാൻ പറ്റും. ഈശോ എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ വിശുദ്ധ കുർബാന ഈശോയാകുന്നു എന്ന പരമമായ സത്യം സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാന ഒരു വസ്തുവല്ല, വിശുദ്ധ കുർബാന ഈശോ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് നമ്മൾ ജനത്തോട് തർപ്പിച്ച് പറയുമ്പോൾ ആ ഒരാശയത്തെ ഒരനുഭവമാക്കി മാറ്റാൻ ഈ ഗാനം വളരെ ഉപകരിച്ചു എന്നാണ് എനിക്ക് തോന്നുക. നമ്മുടെ ദൈവമിത നമ്മോട് കൂടി ഇതാ എന്ന് ഈശോ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ അത് ഈശോ തന്നെയാകുന്നുവെന്ന് ഉറക്കെ പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണെന്നറിയാമോ? അതൊരു ഗാനമായിട്ട് ഇങ്ങനെ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നു. അങ്ങനെയാണ് ഇതുണ്ടായത്. ഇത് ഈശോ കർത്താവാകുന്നുവെന്ന് നമ്മുടെ ദൈവമിത. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-29 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മോടുകൂടി ഉള്ളവനാ എന്നാ പറയുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2:28 നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഇതാ നമ്മുടെ ദൈവം, ഇതാ നമ്മുടെ ദൈവം എന്ന് പറയുന്ന ആവർത്തിച്ച് പറയും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോഴിങ്ങനെയുള്ള തിരുവചന ഭാഗങ്ങളൊക്കെ ചേർത്ത് വെച്ചപ്പോൾ നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഈ അൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിൽ പിന്നെ ആ ഗാനത്തിൻ്റെ വികസനം വന്നത് പഴയ നിയമത്തെ പുതിയ നിയമമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയിലേക്ക് അതിൻ്റെ തീം അല്ലെങ്കിൽ അതിൻ്റെ ആ പാട്ടിൻ്റെ കണ്ടന്റ് വന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ഒരു ദൈവം മരുഭൂമിയിൽ മന്ന പൊഴിച്ചവൻ ജീവന്റെ മന്നയായിട്ട് അപ്പമായിരിക്കുന്നു. അങ്ങനെ ആ 2 തലങ്ങളെ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ചേർത്ത് വെച്ച് നമ്മൾ അതിനകത്തെ വരികളൊക്കെ എഴുതി റെഡിയാക്കി വെച്ചു. അന്നൊക്കെ എനിക്കൊക്കെ സംഗീത സംവിധാനത്തിൽ, ഞാനൊരു വലിയ സംഗീതജ്ഞനൊന്നും അല്ല, അപ്പോൾ എനിക്ക് സംഗീതം പഠിച്ച ഒരു സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് ഇതിനെ ഒരു സംഗീതത്തിൻ്റെ മേഖലയ്ക്ക് കൊണ്ടുവന്നപ്പം വളരെ മനോഹരമായ ഒരു ഗാനം പിറന്നു. അതാണ് നമ്മുടെ ദൈവമിത നമ്മോട് കൂടി എന്ന്. ഒരു ഗാനം പിറക്കുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു പിറവിയുടെ സമയമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ തിരുവചനം വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒക്കെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു വെളിച്ചം പോലെ ദൈവം നമ്മുടെ മനസ്സിലേക്ക് ഏതാനും വാക്കുകൾ വിട്ടുതരും. ആ വാക്കുകൾ പിന്നീട് മനസ്സിൽ കൊണ്ടു നടക്കും, വീണ്ടും പ്രാർത്ഥനയിൽ കൊണ്ടുവരും. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടും പറ്റും ഒരു കൊച്ചു കവിത എഴുതി വെക്കും. ആ എഴുതി വെച്ചതിനെ വീണ്ടും പരിശോധിക്കും. അതിന് സപ്പോർട്ടീവായിട്ടുള്ള മറ്റ് നല്ല ആശയങ്ങളൊക്കെ അതിനോട് ചേർത്ത് വെക്കും. അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കവിത എഴുതുകയാണ് ചെയ്യുക. ആദ്യം ഈ കവിതയ്ക്ക് നമ്മൾ അനുയോജ്യമായ ഒരു സംഗീതം കൊടുക്കും. അതിന് രാഗമുണ്ട്, താളമുണ്ട്, അതിൻ്റെ ഒരു ഫീൽ എങ്ങനെ പുറത്തു വരാൻ പറ്റും, ആ രീതിയിൽ സംഗീത സംവിധായകൻ്റെ സഹായത്തോടു കൂടി നമ്മളതിന് സംഗീതം കൊടുക്കുമ്പോൾ സത്യത്തിൽ ആദ്യം പിറക്കുന്നത് പാട്ടല്ല, ആദ്യം പിറക്കുന്ന ഒരു കവിതയാണ്. ആ കവിതയാണ് നമ്മൾ സംഗീതം കൊടുക്കുമ്പോൾ ഗാനമായി തീരുക. അപ്പോൾ കവിത, സംഗീതം, ഗാനം, ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അതിപ്പോൾ ഒരു പ്രത്യേക നിമിഷത്തിൽ കിട്ടി എന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഒരാഴ്ചയും മറ്റും മനസ്സിലിതിങ്ങനെ കിടക്കും. ചിലപ്പോൾ ഒരു യാത്രക്കിടയിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രാർത്ഥനയുടെ മധ്യയാകാം നമുക്കിങ്ങനെ ഒരു കൃപ കിട്ടുക. കിട്ടുമ്പോഴേ എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ കൊണ്ടുനടക്കാറുണ്ട്. ചിലപ്പോൾ ഒരു പേനയാകാം, ഒരു ചെറിയ ഡയറി ആകാം, ഇതൊക്കെ എൻ്റെ കൈക്കുണ്ടാകും. അപ്പം പിന്നെയും നമ്മളത് വെച്ചുകൊണ്ട് അതിൻ്റെ ആ കവിതയുടെ പെർഫെക്ഷനിലേക്ക് നമ്മൾ നീങ്ങും. പിന്നെയും പറഞ്ഞും പാടിയും ഒക്കെ വരുമ്പോൾ അങ്ങനെയാണ് ഈ ഗാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ പറ്റും.
എൻ്റെ ജീവിതത്തിൽ ഈ ഗാനം എന്ന് പറയുന്നത് ഒരു ദൈവപ്രചോദനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോഴും കണക്കാക്കുക. ചിലപ്പോൾ ഒരു വാക്കിന് വേണ്ടി ഒരാഴ്ച നടന്നിരിക്കും, ഒരു അനുചിതമായ ഒരു വാക്ക് വരാതെ ഉചിതമായ ഒരു വാക്ക് അവിടെ വെച്ച് കഴിയുമ്പോൾ സംഗീതത്തോടൊക്കെ ബന്ധപ്പെടുത്തി അങ്ങനെ വരുമ്പോൾ എൻ്റെ ഗുരുവായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നതും ഓർക്കുന്നതും നന്ദിയോടെ സ്മരിക്കുന്നതും ഒക്കെ ആബേലച്ചനെയാണ്. എന്തെങ്കിലും എഴുതിയാൽ ആ എഴുതിയതും കൊണ്ട് ആബേലച്ചനെ എടുത്തില്ല, അച്ഛാ ഞാനിങ്ങനെ കുറച്ച് വരികൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കുമോ. അച്ഛന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞു തരും. ചിലപ്പം ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്കിനേക്കാളും മനോഹരമായ ഒരു വാക്ക് അച്ഛൻ എനിക്ക് ഇട്ട് തരുമ്പോൾ ആ പാട്ടിൻ്റെ നിറം പോലും മാറിപ്പോകുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തെ ഞാനിപ്പം നന്ദിയോടുകൂടി ഓർക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഗാനവും പിറക്കുന്നതിന് മുമ്പിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് അതേക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ക്ഷിപ്ര കവികൾ എന്ന് പറഞ്ഞാൽ ഈ കവിതയൊന്നും വായിക്കുകയോ പഠിക്കുകയോ കാവ്യാത്മകമായ ഒരു പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ആളുകൾ പാട്ടെഴുത്തുകാരാണ്. അവിടെയായി പ്രശ്നം വരുന്നത്. ഈ പാട്ടെന്ന് പറയുന്നതിന് ഒരു തീം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഒരു നല്ല ആശയം നമുക്ക് ജനത്തിന് ഈ പാട്ടിലൂടെ കൊടുക്കാതെ. ഇപ്പോൾ ഓസ്തിയിൽ വാഴും ദൈവമേ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതും ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ്. ഇവിടെ ഈശ്വര സന്നിധിയിലും അത് സന്നിധാനത്തെക്കുറിച്ചാണ്, ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് പറയുക. കുർബാനയ്ക്കൊക്കെ നമ്മൾ പാടുന്ന ദേവാലയമണി മുഴങ്ങി, പൂജാവേദി ഒരുങ്ങി, അല്ലെങ്കിൽ വെലുതുടങ്ങാൻ സമയമായി, ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ പള്ളികളിലൊക്കെ കുർബാനയ്ക്കൊക്കെ പാടുന്ന കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ വരുമ്പോൾ അതിനൊരു പ്രത്യേകമായ ഒരു തീമുണ്ട് നമുക്ക് അതിൻ്റെ അടിയിൽ. അതിൻ്റെ ഒരു നട്ടെല്ല് പോലെ ഒരു പോകുന്ന ഒരു തീം ശരിയായിട്ടുണ്ട്. ആ തീം ഇങ്ങനെ കണക്ഷൻ, അതിനൊരു പ്രോഗ്രസ് പോലും ഉണ്ടാകണം. അല്ലാതെ ഇതെല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ട് കിടക്കുകയല്ല. ഒരു പാട്ടിന് തന്നെയാണെങ്കിലും ഒരു ബിഗിനിങ് ഉണ്ട്, അതിന് ഒരു ഇടയ്ക്ക് വരുന്ന നമ്മൾ കൊടുക്കുന്ന ആശയതലത്തിലുള്ള ഒരു സപ്പോർട്ടുണ്ട്, പിന്നെ അതിനൊരു കൺക്ലൂഷനുണ്ട്. ഇതെല്ലാം കൂടി വരും ചെറിയൊരു എസ്സേ എഴുതുന്നത് പോലെയാ ഒരു 12 വരിയോ 16 വരിയോ ഒക്കെ എഴുതി വെക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷെ ഇതിൻ്റെ ഭാഷ ഇന്ന് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, ആശയങ്ങളെ ശ്രദ്ധിക്കാറില്ല, ഭാഷ നോക്കാറില്ല, കാവ്യാത്മകത ഒട്ടും നോക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ അപചയങ്ങളൊക്കെ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. അത് ഈ മൊത്തം നമ്മുടെ പള്ളിപ്പാട്ടുകളുടെ ക്വാളിറ്റി താഴ്ന്നു പോകാൻ കാരണമായി നിൽക്കുന്ന ഒന്നാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഈ എഴുതുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും എന്തെങ്കിലും 4 വരി എഴുതി വെച്ചാൽ എന്നെക്കാളും, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന എന്നെക്കാളും മുകളിൽ നിൽക്കുന്ന ആളുകളുടെ പക്കലേക്ക് ഞാൻ ആബേലസിൻ്റെ അടുത്ത് പോകുന്ന കാര്യം പറഞ്ഞില്ലേ, അത് ഇന്നും ഞാൻ ചെയ്യാറുണ്ട്. ഇതൊന്ന് വായിച്ച് നോക്കി, ഇതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തി, അല്ലെ ഇതിനോട് താല്പര്യമുള്ള ടേസ്റ്റുള്ള ഒരു വ്യക്തി പറയാം, ആ വാക്ക് അല്പം അൺമ്യൂസിക്കലല്ലേ, അൺമ്യൂസിക്കൽ എന്നാണ് പറയുന്നത്, അത് മോശമെന്നല്ല പറയുന്നത്, അൺമ്യൂസിക്കലല്ലേ എന്ന് പറയും. പിന്നെ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ പുതിയ ഡിക്ഷണറി ഒക്കെ തപ്പി നല്ല ഒഴുക്കുള്ള ഒരു പദമൊക്കെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. ഈ ഒരു തപസ്യ ഇന്ന് നമ്മുടെ ഭക്തിഗാന മേഖലയിൽ, പ്രത്യേകിച്ച് പള്ളിപ്പാട്ടിന് മേഖലയിൽ ഇല്ല എന്ന് പറയാൻ ശരിയാകില്ല, കുറഞ്ഞു എന്ന് തന്നെ പറയണം. അത് ഒന്ന് വീണ്ടെടുക്കാനുള്ള കാലമായി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു നല്ല വർക്ക് പോലെ എനിക്കും തോന്നിയിട്ടുള്ളതും മറ്റുള്ളവർക്ക് ഒരുപാട് പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ് ഈ കുടുംബഗീതങ്ങൾ എന്ന് പറയുന്നത്. അതൊരു സെക്ഷൻ, എനിക്കങ്ങനെ പല സെക്ഷനായിട്ടാണ്. ഞാനിപ്പം പറഞ്ഞാൽ ആരാധനാഗീതങ്ങൾ ഒരു സെക്ഷനാണ്, അതുപോലെ സന്നിധാന ഗാനങ്ങൾ, തമ്പുരാന് തിരുമുമ്പിൽ ഇരിക്കുന്ന പാടാനുള്ള അത് മറ്റൊരു സെക്ഷനാണ്. മൂന്നാമതൊരെണ്ണം വിശുദ്ധ കുർബാന ഗീതങ്ങളാണ്, ആരംഭഗാനങ്ങളും കമ്മ്യൂണിയൻ സോങ്സും അതുപോലെ തന്നെ ഉള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഒതുങ്ങുന്ന, ഞാൻ പറഞ്ഞു ദേവാലയമണി മുഴങ്ങി, അങ്ങനെയൊക്കെയുള്ള കുറേ ഗാനങ്ങൾ. പിന്നെ വന്നത് കുടുംബഗീതങ്ങളാണ്. കുടുംബഗീതങ്ങൾ ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം ആ പാട്ട്, യേശുവിൻ പറഞ്ഞടാ. പിന്നെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പരിചയമുള്ള ഒന്നാണ് കുടുംബഗീതങ്ങൾ. കുടുംബജീവിതം അതെത്ര സുന്ദരം, യേശുവിൻ മാധുര്യമേറും ഹൃദയമേ. ആ പാട്ട് പാടാത്ത വീടുണ്ടോ? ആ പാട്ട് പാടാത്ത സമൂഹമുണ്ടോ? അർപ്പണം ആത്മാർപ്പണം എന്ന പാട്ട് പാടാത്തവരാരാവുള്ളേ? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ ആ മേഖലയിലുണ്ട്. പിന്നെ കമ്മ്യൂണിയൻ സോങ്സ്,
അങ്ങനെ കുറേ പാട്ട്, കുറേ എല്ലാം കൂടെ ഒരു 250 ഇങ്ങനെ റെക്കോർഡ് ചെയ്ത പാട്ടുകളുണ്ട്. പിന്നെ കുറേ ഭജൻസ് ഉണ്ട് എനിക്ക്. ഭജന എനിക്ക് ഇഷ്ടമുള്ള ഒന്നാണ്. അതുകൊണ്ട് ക്രിസ്തീയ ഭജൻസ് എന്ന് പറയുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ വന്നത് ഓരോ സാഹചര്യത്തിൻ്റെ ഒക്കെ പേരില്ല. പിന്നെ ഈ ഗാനങ്ങളുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന കുറേ അവാർഡുകളുണ്ട് എനിക്ക്. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിലുള്ള അവാർഡല്ല, ചില വ്യക്തികൾ നൽകുന്ന ചില അവാർഡുകൾ. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ഒരു ഏതാനും നാളുകൾക്ക് മുമ്പ് ജെറി അമൽദേവിനെ കണ്ടു. അപ്പോൾ എന്നെ കണ്ടതേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഓർക്കുന്നുണ്ട് കേട്ടോ, എന്നെ പേരൊന്നും പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി തരണ്ട, എനിക്കറിയാം അച്ഛനെ നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കുടുംബഗീതങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു പഴയ പാട്ടുണ്ട്, അച്ഛൻ്റെ കുടുംബഗീതങ്ങൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നതാണ് എന്ന് പറയുമ്പോഴാണ് ശരിക്കും നമുക്ക് വേറെ പുറത്തുനിന്ന് അവാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തെ പോലുള്ള പ്രസിദ്ധനായ ഒരു വ്യക്തി നമുക്ക് നൽകുന്ന ഒരു അവാർഡ് അതൊക്കെ ആയിരിക്കും. അങ്ങനെ ആളുകൾ പിന്നെ ഈ പാട്ടുകളെ ആത്മീയ തലത്തിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒത്തിരി ആളുകൾ നമ്മളെ കുറിച്ച് വെച്ച, നമ്മുടെ ജനത്തിന് റെക്കോർഡ് ചെയ്ത് കൊടുത്ത പാട്ടുകളൊക്കെ ഇന്നും വീടുകളിൽ പാടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കുടുംബഗീതങ്ങളിനകത്ത് ഈശോ വസിക്കും കുടുംബം എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഈശോ വസിക്കും കുടുംബം, അതുപോലെ യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, വീട്ടിലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞൊക്കെ പാടുന്ന. അപ്പോൾ ഇതൊക്കെ കാണുമ്പം പിന്നെ വല്ലപ്പോഴുമൊക്കെ ആളുകളെയൊക്കെ ഇടയ്ക്കൊക്കെ പുറത്ത് കാണുമ്പോൾ അവരൊക്കെ എന്തുമാത്രം നല്ലൊരു മനസ്സോടു കൂടിയാണ് പ്രോത്സാഹിപ്പിക്കുക. അച്ഛാ ഈയിടെ ഇറങ്ങിയ പാട്ട് വളരെ നന്നായിരിക്കുന്നു കേട്ടോ, വളരെ നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന അവാർഡ്. ജനമാണ് നമുക്ക് അവാർഡുകൾ നൽകുക, ശ്രോതാക്കളാണ് നമുക്ക് അവാർഡുകൾ നൽകുക. കുടുംബത്തിലെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കുറിച്ച് വെച്ച ഗാനങ്ങൾക്ക് ഉപകരിക്കുന്നു, പള്ളിയിൽ കുർബാനയ്ക്ക് അത് ഉപകരിക്കുന്നു, ഓരോ സന്ദർഭങ്ങളിൽ ഇത് ഉപകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് അതാണ്. അങ്ങനെ ഒത്തിരി പേര് കാണുമ്പോഴൊക്കെ പറയാറുണ്ട്. അതൊക്കെ ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു വിഷയം കൂടിയാണ്.